എം.പി. ഗോവിന്ദൻ പ്രസംഗിച്ചപ്പോൾ കസേരകൾ ശൂന്യം. ജാഥ ഒട്ടും ഏശിയില്ല. സി.പി.ഐ വിമർശനം. നിലവിൽ തന്നെ പല വിഷയങ്ങളിൽ ഇടതുമുന്നണിയിൽ സി.പി.എമ്മും സി.പി.ഐയും രണ്ട് തട്ടിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി, ശബരിമല സ്വർണ്ണക്കൊള്ള, ആഗോള അയ്യപ്പ സംഗമത്തിലെ പിഴവുകൾ. ഇതിനിടയിൽ സർവേയിൽ സർക്കാരിന് തിരിച്ചടി. ഇപ്പോളിതാ ജാഥയും വട്ടപൂജ്യമാവുകയാണോ എന്നുള്ളതാണ് ചോദ്യം. ചോദ്യമുയർത്തുന്നത് മറ്റാരുമല്ല, സി.പി.ഐ തന്നെയാണ്. എൽ.ഡി.എഫ് ജാഥകൾ പൊതുസമൂഹത്തിൽ ഇളക്കമുണ്ടാക്കിയില്ലെന്ന് സി.പി.ഐയിൽ വിലയിരുത്തൽ. അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് ശേഷം എൽ.ഡി.എഫ് പ്രവർത്തകരിൽ ഉണർവുണ്ടാക്കാൻ ജാഥകൾ സഹായിച്ചെന്നും പാർട്ടി സെക്രട്ടേറിയറ്റ് നിർവാഹക സമിതി യോഗങ്ങൾ അഭിപ്രായപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള മുന്നണിയുടെ സംസ്ഥാനതല പരിപാടി എന്ന തരത്തിലുള്ള ശ്രദ്ധ ജാഥയ്ക്ക് ലഭിച്ചില്ല. മാധ്യമങ്ങളും വേണ്ടവിധം ഗൗനിച്ചില്ല. പല സ്വീകരണ യോഗങ്ങളിലും ജാഥ വൈകിയാണ് എത്തിച്ചേർന്നത്. അതിനുശേഷം ജാഥ ക്യാപ്റ്റന്മാർ പ്രസംഗിച്ചത് വൈകിയാണ്. അപ്പോഴേക്കും പലയിടത്തും കസേരകൾ ഒഴിഞ്ഞു. സി.പി.എം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ പ്രസംഗ സമയത്ത് പോലും ഇതായിരുന്നു സ്ഥിതി. സി.പി.ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിച്ച ജാഥയിൽ സി.പി.ഐയുടെ പ്രവർത്തകരുടെ മികച്ച പങ്കാളിത്തമുണ്ടായെങ്കിലും പൊതുശ്രദ്ധയിലേക്ക് കാര്യമായി വന്നില്ല. എൽ.ഡി.എഫിന് പുറത്തുള്ള വിഭാഗങ്ങൾ ജാഥയെ ഗൗനിച്ചില്ലെന്നത് ഗൗരവത്തോടെ കാണണമെന്ന വികാരമാണ് യോഗത്തിലുണ്ടായത്. കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി നയിച്ച ജാഥയിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചെന്ന് ജാഥ അംഗമായ പി സുനീർ റിപ്പോർട്ട് ചെയ്തു. കുറച്ചു സമയം മാത്രം പ്രസംഗിക്കുന്നതിലും മറ്റുള്ളവർക്ക് അവസരം നൽകുന്നതിലും അദ്ദേഹം ശ്രദ്ധിച്ചു. 3 പകരം സംസ്ഥാന തലത്തിൽ ഒരു ജാഥ മതിയായിരുന്നു എന്ന അഭിപ്രായവും യോഗത്തിലുണ്ടായി.